എല്ലാ മേഖലകളിലും RSSന്റെ സാന്നിധ്യം ഇതാ പിണറായി വിജയൻ ഇറങ്ങിയപ്പോ തുടങ്ങി കേട. എല്ലാ മേഖലകളിലും RSSന്റെ പ്രാതിനിധ്യം അതാ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് പിറ്റേ ദിവസം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. അല്ല, സത്യപ്രതിജ്ഞക്ക് മുന്നേ അദ്ദേഹം ഒരു വിമാനം കയറി ഒരു സ്ഥലത്ത് പോയിരുന്നു, അദാനിയുടെ അടുത്തേക്ക്. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചർച്ചയ്ക്ക്. അതുപോലെ തന്നെ RSS കാര്യാലയങ്ങളിൽ അദ്ദേഹം കയറി ഇറങ്ങിയിരുന്നു. അതൊന്നും കൂടാതെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയെ RSSന്റെ ആളുകൾ അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ RSSന്റെ അല്ല BJPയുടെ MLA മാർക്ക് സംസാരിക്കാൻ ഒരുപാട് അവസരം കൊടുക്കുന്നു, ഓഫീസ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ കാവിക്കളസം പുറത്ത് കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് കടക്കാം. MG യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു വലിയ ഊളത്തരം കാണാം. MG സർവകലാശാല സെനറ്റിൽ ഭൂരിഭാഗം സംഘപരിവാർ അനുകൂലികളെ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധം കനക്കുകയാണ്. ഗവർണറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് ജീവനക്കാരുടെ സംഘടനകൾ ആരോപിച്ചു. അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധം അറിയിച്ചു. BJP ദേശീയ സമിതി അംഗം ജെ പ്രമീള ദേവി ഉൾപ്പെടെ 19 പേരെയാണ് ഗവർണർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത്. പിണറായിയുടെ ഭരണകാലഘട്ടത്തിലും ഈ ഗവർണർ ഇമാതിരി ഓരോ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ടായിരുന്നു. പക്ഷെ അത് ശക്തമായിട്ട് എതിർക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിരുന്നു. പക്ഷെ അത് എതിർക്കുമ്പോഴും അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന VD സതീശൻ പറഞ്ഞ വാക്കുകളുണ്ട്, ഇതൊക്കെ നാടകമാണ് എന്നുള്ളത്. ഇവിടെ കാവി ട്രൗസറാണ് പിണറായി വിജയന്റേത് എന്ന് പറഞ്ഞ ആളുടെ ട്രൗസർ തന്നെയാണ് കാവി എന്ന് ഇപ്പൊ കാലം തെളിയിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞില്ല, ബാക്കി കേൾക്ക് നിങ്ങൾ. ചാൻസലർ ഈ യൂണിവേഴ്സിറ്റിയുടെ ജൂറിസ്ഡിക്ഷൻ അകത്ത് വരുന്ന സ്ഥലങ്ങളിലെ ആൾക്കാരെയാണ് ഈ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഈ സർവകലാശാല ജൂറിസ്ഡിക്ഷനകത്തുള്ള എമിനന്റ് ആയ ആൾക്കാരുടെ പേര് വിവരങ്ങൾ സർവകലാശാല അധികാരികളോട് ചോദിക്കുകയും അത് ഇവിടുന്ന് വൈസ് ചാൻസലർ അയച്ചു കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നോമിനേഷൻ നടത്താറുള്ളത്. പക്ഷേ ഇത്തവണ ഏകപക്ഷീയമായി ചാൻസലർ ഓഫീസിൽ നിന്ന് തന്നെ നോമിനേഷൻ വന്നിരിക്കുക. സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് ഒരു വശത്തൂടി പറയാം. എന്നാൽ അതേസമയം സർവകലാശാലകളിൽ തന്നിഷ്ടക്കാരായ രാഷ്ട്രീയക്കാരെ സർവകലാശാല സമിതികളിൽ കുത്തിനിറയ്ക്കുന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മഹാത്മാഗാന്ധി സർവകലാശാല സെനറ്റിലേക്ക് നടന്ന നോമിനേഷനുകൾ. ഇത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. ഇത് മുൻകാലങ്ങളിൽ തുടർന്നു വരുന്ന സമീപനത്തിന് വിരുദ്ധവുമാണ്. 3 പേർക്ക് അവസരം കൊടുത്തു ഈ നാട്ടിലുള്ള കുറച്ച് ആളുകൾ. അവർ നേരെ നിയമസഭയിൽ കയറിയിരുന്നു. ചട്ടം ലംഘിച്ചുകൊണ്ട് സ്പീക്കർ അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തു. ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ UDFനെ അവർ തേച്ചൊട്ടിച്ചു. പക്ഷെ അതൊക്കെ വെറും നാടകമായിരുന്നു. അത് കഴിഞ്ഞ് അവർ ചായയും കുടിച്ചൊരു അന്തിച്ചർച്ചക്കും പോയിരുന്നിട്ടുണ്ടാവും. കാരണം ഡീല് വല്ലാത്ത ഡീലാണ് എന്നുള്ളതാണ്. ഇവിടെ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് ഞങ്ങൾ ചെയ്യില്ല, ഇത് ഞങ്ങൾ അനുവദിക്കില്ല, ഇത് ഞങ്ങൾ വലിച്ചെറിയുമെന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെ ഇതൊക്കെ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് പറയുന്നു. CPIMന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്തായാലും 19 RSSകാരാണ് MG യൂണിവേഴ്സിറ്റിയിൽ കുത്തി കയറിയിട്ടുള്ളത്. ബാക്കി കഥയൊക്കെ നമുക്ക് കണ്ടറിയാം. ഞങ്ങൾ എല്ലാ കാര്യത്തിലും വിട്ടുവീഴ്ചയല്ലേ. ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും. ന്യായമല്ലാത്തതാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യൂല. CPM ഒപ്പുവെച്ചത് തെറ്റാണ് എന്ന് ഞങ്ങൾ അപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയും. ഒപ്പിട്ട് വന്നത് സഹപ്രവർത്തകരായ മന്ത്രിമാരെ ക്യാബിനറ്റിൽ പോലും അറിയിക്കാൻ. അത്തരം തെറ്റായ നടപടികളെ ഞങ്ങൾ എതിർക്കും. ബാക്കി കാര്യങ്ങൾ UDFൽ ഗൗരവമായി ഞങ്ങൾ ചർച്ച ചെയ്യും, ഉചിതമായ തീരുമാനം എടുക്കും. ഒപ്പുവെച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ സത്യാവസ്ഥ അറിയണ്ടേ? നമുക്ക് ശിവൻകുട്ടി പറഞ്ഞ വാക്കൊന്ന് കേട്ടാലോ? കേൾക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണമെന്ന കേന്ദ്രത്തിന്റെ ഭീഷണിക്ക് വഴങ്ങാതെയാണ് ധാരണാപത്രം മരവിപ്പിക്കുവാൻ LDF സർക്കാർ തീരുമാനമെടുത്തത്. ആ തീരുമാനം പിന്തുടരുവാൻ UDF സർക്കാർ തയ്യാറാവണം. കണക്കുകൾ പരിശോധിച്ചാൽ കേന്ദ്രത്തിന്റെ ക്രൂരമായ അവഗണന വ്യക്തമാണ്. 2023-24 കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട 421,62,188,158 രൂപ ഇപ്പോഴും കുടിശ്ശികയാണ്. കേരളത്തിലെ ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ കുട്ടികളുടെ പഠനത്തെ പ്രതിസന്ധിയിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഇതിനെതിരെ പോരാടിയ LDF സർക്കാരിനെ തള്ളിപ്പറഞ്ഞ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ പാദസഭ ചെയ്യുന്ന UDF സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമെന്ന ഉപാധിയോടെ മാത്രം ഫണ്ട് നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കേന്ദ്രത്തിന് മുന്നിൽ തലകുനിക്കരുത്. PMC പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം UDF സർക്കാർ ഉപേക്ഷിക്കും. കേന്ദ്ര LDF സർക്കാർ വച്ച ധാരണാപത്രം അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്. ആ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഒപ്പുവെച്ചതിൽ ഞങ്ങൾ അറിയിപ്പ് കൊടുത്തിട്ടുള്ളത് 12/11/2025 അത് പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ ഒപ്പുവെച്ച ധാരണാപത്രം ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള വിവരം രേഖാമൂലം ഗവൺമെന്റിന് വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര ഗവൺമെന്റിന് അറിയിച്ചിട്ടുണ്ട്. ആ അറിയിച്ച പേപ്പർ അത് തിരുത്തി നല്ല നീല മഷിയിലെ കനത്തിൽ അങ്ങ് ഒപ്പിട്ടിട്ട് പച്ചക്കൂടി അങ്ങ് വാറിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞ്. കൊള്ളാം. ഇപ്പോ എല്ലാം CPMന്റെ തലയിൽ. അവരെന്തുകൊണ്ടാണ് അത് എതിർത്തത് എന്ന് വ്യക്തമായിട്ട് വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇവിടെ ഒരുപാട് ചൂഷണങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് മനസ്സിലായിട്ടാണെന്നുള്ളതാണ്. പക്ഷെ VD സതീശൻ നേരെ അങ്ങ് കയറി ചെന്നിട്ട് കാലിലൊരു വീഴ്ചയും വീണിട്ട് ഒരു 300 ചില്ലറ കോടി രൂപ അങ്ങ് പാസ്സാക്കി ഇങ്ങ് വന്നു. PM ശ്രീയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ പാവപ്പെട്ട മനുഷ്യന്മാര് വിശ്വസിക്കുകയാണ്. പിണറായി വിജയനെ കൊണ്ട് നടക്കാത്തത് VD സതീശനെ കൊണ്ട് നടക്കുന്നുള്ളത്.
എടാ ഒറ്റുകാരനാടേ, ഒറ്റുകാർക്ക് അങ്ങനെ പലതും കിട്ടും. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ BJPക്ക് അല്ല വോട്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് UDFനും അതുപോലെ മുസ്ലിം ലീഗിനാണ്. അവരാണ് നിങ്ങളെ ചതിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ ലീഗിന്റെ യഥാർത്ഥ പണ്ടത്തെ ഒരു നിലപാടും കൂടി കേൾക്കണം നിങ്ങൾ. ഷാജി ചേട്ടൻ, നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSSന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് ഈ വേങ്ങരയുടെ മാത്രം പ്രശ്നങ്ങളല്ല. അത് 25%. അതിനപ്പുറം 75% ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും പൊരുതാനുമുള്ള നിയമനിർമ്മാണ സഭയിലേക്കുള്ള വോട്ടാണ്. ഉളുപ്പുണ്ടോ ഷാജിയെ? ഉളുപ്പുണ്ടോ? ലീഗായി കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. അവര് മരവിച്ച പേപ്പർ നിങ്ങളങ്ങ് ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് അങ്ങ് അയച്ചു കൊടുത്തതാ. ഞങ്ങളിവിടെ പൊട്ടന്മാരല്ല, വ്യക്തമായ ധാരണ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, പല വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ, ഒരു ഓളം ഇവിടെ കൃത്യമായിട്ട് പിണറായി വിജയനെതിരെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഇനി സോഷ്യൽ മീഡിയ തന്നെയാണ് ആര് ജയിക്കണം ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുക. അത് കണ്ടറിയാന്നുള്ളതാണ്. ഇവിടെ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുക തന്നെ ചെയ്യും. PM ശ്രീ നിങ്ങൾ കടലിൽ കൊണ്ട് എറിയെന്ന് പറഞ്ഞല്ലോ, നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്ത് കാണിക്കുക. ഇനി മീഡിയ വണിന്റെ ഒരു ഇരട്ടത്താപ്പം കൂടി നമുക്കൊന്ന് കേൾക്കാം. 2 ദിവസം മുമ്പ് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കൊടുത്ത ഒരു വീഡിയോ ഒന്ന് കാണണം. പിന്മാറുന്നതിന് ഒരു തടസ്സവുമില്ല. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ അവകാശമുള്ള ഒരു ഒരു വകുപ്പാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു ലീഗലി നിയമപരമായി അത് പാലിക്കാൻ ബാധ്യസ്ഥമായ ഒരു കരാറേ അല്ലാതെ നമ്മൾ ചില സ്കൂളുകൾ PM ശ്രീ പദ്ധതി പ്രകാരം നവീകരിക്കുമ്പോൾ ഇത് പാഠ്യപദ്ധതി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല. നമ്മളിവിടെ കിഫ്ബിയുടെ ഫണ്ട് എടുത്ത് സ്കൂളുകൾ നിർമ്മിക്കുന്നു, സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാകുന്നു, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. അതുപോലെ കേന്ദ്രത്തിൽ നിന്ന് 60%, സംസ്ഥാനങ്ങൾ 40% എടുത്ത് ഇവിടെ സ്കൂൾ നവീകരിക്കുന്നു. അതായത് നമ്മുടെ സ്കൂളുകൾ പണിയാനുള്ള കുറച്ച് പൈസ അവർ തരും. അതിന് പകരമായ MOയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പാഠ്യപദ്ധതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് അനുകൂലമായി മാറ്റിയെടുക്കണം എന്നുള്ളതാണ് അതിലുള്ള ഒരു കാര്യം. ഇനി അങ്ങനെ മാറ്റണമെന്ന് പോലും നിർബന്ധമില്ല. നമ്മളിപ്പോൾ ആ പൈസ വാങ്ങിയെടുക്കാൻ വേണ്ടി ഒപ്പിട്ടു എന്ന് കരുതുക. അപ്പോൾ ശിവൻകുട്ടി പറയുന്ന പോലെ നമ്മൾ ഒപ്പിട്ടു, ആ പൈസ കിട്ടട്ടെ എന്ന് കരുതി ഒപ്പിട്ടു. അതിനടുത്ത് നാളെ ഇവിടെ പാഠ്യപദ്ധതി മാറ്റുന്ന ഒരു നിർബന്ധമില്ല. അതിലൊപ്പിടുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന വാക്കാണ്. നമ്മളങ്ങനെ മാറ്റും എന്ന് ഒരു വാക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ധാരണയിലെത്തുകയാണ്. അതിനാണ് ധാരണാപത്രം. ക്രൈറ്റീരിയ ഉണ്ട്. പടമൊക്കെ വെക്കണം. മോദിജിയുടെ പടം വയ്ക്കുന്നതാണോ യഥാർത്ഥത്തിൽ പ്രശ്നം നിഷാദെ? മോദിയുടെ 10 പടം വെച്ചോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള പാഠ്യപദ്ധതി പഠിപ്പിക്കാന്നുള്ളതിൽ പ്രധാനം. പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ടാണ് അവരിതിനെ കാണുന്നത്. കേന്ദ്രം കാണുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നീ വല്ലാണ്ട് കൊണക്കേണ്ട. നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ച ക്ലാസ് മുറികൾ കൊള്ളാം, കുട്ടികൾ അവിടെ നിന്ന് പഠിച്ചാൽ മതി. ഇതൊക്കെ ഭരണഘടന വിരുദ്ധമായ ഒരു കാര്യമല്ലേ? ഇതൊക്കെ അനുവദിക്കാൻ പാടുന്ന കാര്യമാണോ? ശിവൻകുട്ടി സാറ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ? ഒരു ഒപ്പിട്ട ഫണ്ട് വാങ്ങാ, ഫോട്ടോ ഒന്നും വെക്കേണ്ടതേ എന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്തവരാരാ? UDF. അവിടെ BJPയുടെ കൂടെയാണ് CPIM എന്ന് പറഞ്ഞു. അതായത് CPIM-ഉം BJPയും ഒരേ ടീമാണെന്നാ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളെ കുറിച്ച് എന്താ പറയേണ്ടത്? എന്റെ പൊന്നെ, കഴിഞ്ഞില്ല. ഇദ്ദേഹം കുറച്ച് മുൻപ് പറഞ്ഞതും കൂടി കേൾക്കണ്ടേ? ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് ഇദ്ദേഹം തന്നെ പറഞ്ഞ വാക്ക് കേൾക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഏതെങ്കിലും ഒരു നയം അടിച്ചേൽപ്പിക്കുന്നു എന്നതിനേക്കാൾ ഉപരി കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് വളരെ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത്. വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുക. അതിന്റെ എക്സാമ്പിൾ നമ്മൾ ഗുജറാത്തിൽ കണ്ടതാണ്. ഗുജറാത്ത് പിന്നീട് എന്തായി മാറി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിപ്പോ കേരളത്തിലേക്ക് വന്ന് ഞങ്ങൾ ചെറുത്തു നിൽക്കുന്നു. ഞങ്ങളുടെ അക്കാദമിക് സ്വാതന്ത്ര്യം, ഒരു അക്കാദമിക് സ്വാതന്ത്ര്യം ഇല്ല. അവിടെ എന്താണോ അവരെന്ത് ഫ്രെയിംവർക്കിലാണോ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്ന ആ ഫ്രെയിംവർക്കിലൂടെ പുസ്തകം അച്ചടിക്കാനുള്ള പണി മാത്രം സ്റ്റേറ്റ് എടുത്താൽ മതി എന്നാണ് അതിൽ പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ഫ്രെയിംവർക്കും അവർ തരും. അവർ തരുന്ന ഫ്രെയിംവർക്ക് അനുസരിച്ച് ഇവിടെ കണ്ടന്റ് ഉണ്ടാകണം. ആ കണ്ടന്റ് പഠിക്കുന്ന ഒരു തലമുറ അധിക സമയമൊന്നും വേണ്ട. ഗുജറാത്തിൽ BJP അധികാരത്തിൽ നിന്ന് 95-ലാണ്. 95 അധികാരത്തിൽ നിന്ന് 2002 അവിടെ കലാപം നടന്നു. ഇന്ന് ഗുജറാത്തിന്റെ അവസ്ഥ എന്താണ്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി സാമൂഹിക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്ന അവിടുത്തെ പാഠപുസ്തകങ്ങളിൽ വന്ന മാറ്റമാണ്. എപ്പടി ഇருக்கு ഇവനൊക്കെ ഞാൻ ഡബിൾ ഡൂഡ് സിൻഡ്രമേ ഓരോ സമയത്ത് ഓരോന്ന് മാറ്റി മാറ്റി പറയുന്നു എന്നുള്ളതാണ്. അന്ന് CPIM-നെതിരെ സംസാരിച്ചു ഇതേ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പോ അതേ പദ്ധതി തന്നെയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ ഭരിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇതിനൊക്കെ എന്ത് ഞാൻ പറയാനാ? ഓക്കെ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. നമ്മുടെ നാട് കുട്ടിച്ചോറാക്കാൻ എന്തിനാണ് UDF ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. UDF-ന് നിങ്ങൾ എന്തോ ഒരു കാരണവശാൽ വോട്ട് ചെയ്തിട്ടുണ്ട്.
ആ വോട്ട് ചെയ്തത് വെറുതെ ആയിപ്പോയി എന്ന് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോ ബസ്സുകളിലുള്ള സൗജന്യ യാത്ര അത് എന്താകുമെന്ന് കണ്ടറിയാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. MVD ഒക്കെ ഇനി കമ്മീഷൻ ബേസിലാണ് പണിയെടുക്കാൻ പോകുന്നതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. മോഡിഫിക്കേഷനൊക്കെ ഓക്കെയാണ്, മോഡിഫിക്കേഷനൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലവില് ഒരു ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന കാറിൽ എന്തൊക്കെയുണ്ടോ അതാണ് മോഡിഫിക്കേഷൻ എന്ന രീതിയിൽ എഴുതി തന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ എന്റെ പൊന്നു മക്കളെ, അടിപൊളി. ഇനിയും നിങ്ങൾ പൂക്കി സതീശനെ പൂക്കി വിളിച്ചിട്ടില്ലെങ്കിൽ, കൂവി വിളിച്ചിട്ടില്ല എങ്കിൽ അളങ്ങ് പടർന്ന് പന്തലിച്ചുള്ള പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തു വെക്കും. RSSന് കേരളത്തിനെ തീറെഴുതി കൊടുക്കും. ഒന്നേ പറയുന്നുള്ളൂ, എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇപ്പൊ ചെയ്ത ഈ വിഡ്ഢിത്തരണ്ടല്ലോ നാളെ ഖേദിക്കും. ഇനി വരാൻ പോകുന്നത് കണ്ടറിയാം, കണ്ടു മനസ്സിലാക്കാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.